ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അങ്ങനെ പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ തംബ്നെയിൽ കണ്ട പോലെ തന്നെ ഇറ്റ്സ് അബൌട്ട് ഹൗ വി മെറ്റ് ഈച്ച് അതർ. ഒരു ദുരന്ത കഥയാണെന്നുണ്ടെങ്കിലും ബോറടിക്കില്ല, ചുമ്മാ രസത്തിന്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞങ്ങൾ വീഡിയോ ഒക്കെ ഇടുമ്പോൾ ചിലർ ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട് ലവ് സ്റ്റോറി പറയുമോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വൈ നോട്ട് മേക്ക് എ വീഡിയോ ഔട്ട് ഓഫ് ഇറ്റ്. സോ ഹിയർ വി ആർ വിത്ത് ആ ലിറ്റിൽ സ്റ്റോറി. കറക്റ്റ് ഇന്നത്തെ ദിവസം തന്നെ മുകളിലെ ചേട്ടൻ എന്തോ കാര്യമായി അടിക്കുന്ന പരിപാടിയിലാണ്. സോ യു മേ ഹിയർ സം ഡിസ്റ്റർബൻസ് ഡ്യൂറിങ് ദ വീഡിയോ, കൈൻഡ്ലി ഇഗ്നോർ ഇറ്റ്. അപ്പോൾ ഈ കഥ നടക്കുന്നത് പണ്ട് അധികം പണ്ടൊന്നുമല്ല, കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ. ഈ ഞങ്ങളുടെ സ്റ്റോറിക്ക് ആയിട്ട് പല വേർഷൻസ് ഉണ്ട്. അതിനകത്ത് എൻ്റെ സൈഡ് ഓഫ് സ്റ്റോറി ഞാൻ പറയാം. മസാല എന്തെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അത് റെക്ടിഫൈ ചെയ്യുന്നതായിരിക്കും. മസാല ഒന്നും ഇല്ല ഇതില്. അപ്പോൾ ഞാൻ കോളേജിൽ ഫൈനൽ ഇയർ ഒക്കെ ആയ സമയത്ത് എൻ്റെ വീട്ടിൽ നിന്ന് സ്വാഭാവികമായും കല്യാണം ആലോചിക്കുക, ഈ മാട്രിമോണിയൽ പരിപാടിയൊക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത സമയമായിരുന്നു. അപ്പം ഇങ്ങനെ അമ്മ ഓരോ പയ്യന്മാരുടെ ഇങ്ങനെ ഫോട്ടോസൊക്കെ ഇങ്ങനെ അയച്ചു തരും. അങ്ങനെയൊക്കെ നമ്മൾ ചില പയ്യന്മാരൊക്കെ സ്റ്റോക്ക്, അങ്ങനത്തെ ഒരു സൈഡ് ഓഫ് ഫേസ് ഓഫ് എന്താ പറയുക, കലാപരിപാടികളിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഏതോ ഒരു സമയത്ത് ഐ ഡോണ്ട് ഈവൻ റിമെമ്പർ വെദർ ഐ ഹാവ് സീൻ ഹിസ് ഫോട്ടോ വിച്ച് മൈ മോം ഷെയർഡ് വിത്ത് മീ ഓർ നോട്ട്. ഐ കാൻ എന്താ പറയുക, ഐ കാൻ നീദർ കൺഫേം നോർ ഡിനൈ. അല്ല കാര്യമായിട്ടല്ല, എനിക്ക് ഓർമ്മയില്ല ഇല്ലായിരുന്നു. ആ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോ വന്നിണ്ടാവുക. അങ്ങനെയാണ്. അപ്പോ ഞാനിങ്ങനെ ആ സമയത്ത് ഞാനും എൻ്റെ റൂംമേറ്റും ഉണ്ടായിരുന്നു. അപ്പൊ എനിക്കിങ്ങനെ ടാറ്റു അടിക്കണം എന്നുള്ള ഭയങ്കര ഒരു ആഗ്രഹത്തിൽ ഇങ്ങനെ പോയത്. ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തപ്പോൾ നമ്മൾ ഈ ടാറ്റു #ടാഗ് വെച്ചിട്ട് ഇങ്ങനെ കുറെ ഫോട്ടോസ് വരുമല്ലോ. അപ്പൊ അങ്ങനെ ഞാൻ എന്താ പറയാ ടാറ്റൂസ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവിചാരിതമായി, അങ്ങനെ എന്താ പറയാ, അവിചാരിതമായി ഈ മലയാളത്തിൽ സോ പത്തറ്റിക്. അപ്പൊ അവിചാരിതമായിട്ട് ഇങ്ങനെ ഒരു ഫോട്ടോ കണ്ടു. അപ്പൊ ഞാൻ പ്രൊഫൈല് പബ്ലിക് ആയതുകൊണ്ട് നമുക്കിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോവാലോ. അപ്പൊ ഞാനിങ്ങനെ ഫോട്ടോസ് കണ്ട് കുഴപ്പമില്ല, കാണാൻ കുറച്ച് എന്താ പറയാ മോശപ്പെട്ടതല്ലാത്ത ഒരു പയ്യനെ കണ്ടു. ആൻഡ് I forgot about it. അപ്പോൾ നമ്മൾ അന്ന് കണ്ടു, ഫോട്ടോസ് ഒക്കെ കണ്ടു, and I forgot about it. That I don't remember. This is my side of story. എൻ്റെ സൈഡ് പറയുമ്പോൾ you have to keep and listen. ഫ്ലോ അങ്ങോട്ട് പോയി. ആ ഫോട്ടോ നോക്കി അത് ഞാൻ അങ്ങോട്ട് മറന്നുപോയി. എന്നിട്ട് അന്ന് രാത്രി അത് പിറ്റേന്നോ എനിക്കൊരു മെസ്സേജ് വന്നു. അത് ഫുള്ള് ഇംഗ്ലീഷിൽ, മറ്റേ ഇത്ര 5 മാർക്കിന്റെ ഒരു എസ്സേക്കുള്ള രീതിക്കുള്ള ഒരു മെസ്സേജ്. You see, sir, I can talk English, I can walk English, I can laugh English because English is a very funny language. When I opened and read, it was something like this, like, "Hi, I'm sorry, I missed your message. I am traveling." എന്തൊക്കെയോ വലിയ രീതിക്ക് മെസ്സേജ്. Okay. Sorry to interrupt. ഇനി ഇതിന്റെ ഒരു ചെറിയൊരു ഫ്ലാഷ് ബാക്കിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, മാട്രിമോണിയിൽ വന്നു എന്നൊക്കെ പറഞ്ഞു. സോ എന്താണ് ആക്ച്വലി ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കറിയില്ല, മേ ബി എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അറിയായിരിക്കും, ലൈക്ക് എന്നെ കണക്ട് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും. മാവേഴ്സിൻ്റെ റിലേഷൻഷിപ്പ് അതൊരു വെരി ലോങ് റിലേഷൻഷിപ്പ്, നോട്ട് ദ പോയിന്റ്, അടിവരയിട്ട് പറയുന്നു. ഓക്കെ, ഒരു റിലേഷൻഷിപ്പിലായിരുന്നു. അങ്ങനെ അത് 8 നിലയിൽ പൊട്ടി. അൺഫോർച്ചുനേറ്റ്ലി ബ്രേക്കപ്പ് ആയി. അങ്ങനെ എല്ലാം എന്താ പറയുക, ബ്രേക്കപ്പ് ആയി. പിന്നെ ലൈക്ക് ഒരു ലൈഫ് ചേഞ്ചിങ് മൊമെന്റിലൂടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. സോ ലൈക്ക് ഹാവിങ് എ വെരി ഹാർഡ് ടൈം. ഇവിടെ മറ്റേ ദുൽഖറിന്റെ മറ്റേ ഇതിടാം, എന്താ ആ ഒരു ഡയലോഗില് മറ്റേ ഷീ വാസ് എന്താ ആ ഒരു സംഭവം ഇല്ലേ, മറ്റേ അവളായിരുന്നു എന്റെ ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് പറഞ്ഞാൽ. അപ്പൊ എന്റെ മുഖം ഇങ്ങനെ, എന്റെ ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് ഇവളായിരുന്നു. ഓക്കെ, അപ്പം അങ്ങനെ ഒരു ബ്രേക്കപ്പ് എല്ലാം കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ക്ഷീണത്തിൽ റിക്കവറി സ്റ്റേജിലായിരുന്നു. സോ ഫുൾ ഫോക്കസ് വാസ് ലൈക്ക് വർക്ക് മൈ ആസ് ഓഫ്, എത്രയും കാശ് ഉണ്ടാക്കാൻ പറ്റുക, ടു ബി ഇൻഡിപെൻഡൻറ്റ്, പ്രൂവ് മൈ സെൽഫ്, കുറേ സ്ഥലങ്ങൾ ട്രാവൽ ചെയ്യണം. സോ ഐ വാസ് ലൈക്ക് എവറി ഇയർ അറ്റ്ലീസ്റ്റ് ഒരു 1 or 2 countries ഐ വിൽ ട്രൈ ടു ട്രാവൽ. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയൊരു ആഗ്രഹം, ഒരു ഫണ്ണ് മേ ബി അങ്ങനെയും പറയാം, ലൈക്ക്
എന്തുകൊണ്ടൊരു മാട്രിമോണിയൽ പ്രൊഫൈൽ? ഒരു പ്രത്യേക തരം സൈക്കോളും ഒരു ആഗ്രഹത്തിന്റെ പേരിലൊക്കെ മാട്രിമോണിയൽ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഫൈൻ, നമ്മൾ മാട്രിമോണിയൽ പ്രൊഫൈൽ സ്റ്റാർട്ട് ചെയ്ത് എത്രയൊക്കെ പെണ്ണുങ്ങൾ നമ്മൾക്ക് പെൺകുട്ടികൾ നമ്മൾക്ക് റിക്വസ്റ്റ് അയക്കും, അറ്റ്ലീസ്റ്റ് ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ. ലൈക്ക് സീരിയസ്ലി പ്രപ്പോസൽ നോക്കിയിട്ടൊന്നും ആയിരുന്നില്ല, കാരണം ഞാൻ എന്റെ ഇഷ്ടത്തിന് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. വീട്ടുകാർ പോലും അല്ല, വീട്ടുകാർ അറിഞ്ഞിട്ടും കൂടി ഇല്ലേ ഈ കാര്യം. കാരണം ഐ വാസ് നോട്ട് പ്രിപ്പയർഡ് ടു ഗെറ്റ് മാരീഡ് ആ ഒരു ടൈമിൽ. അപ്പോൾ ജസ്റ്റ് ഒരു പ്രൊഫൈൽ സ്റ്റാർട്ട് ചെയ്യാം, എങ്ങനെയൊക്കെ പെൺകുട്ടികൾ റിക്വസ്റ്റ് വരുമോ ഇല്ലേ എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഐ വാസ് ലൈക്ക് ഓക്കെ ഫൈൻ, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഐ റിമെമ്പർ ലൈക്ക് വൺസ് ഐ ഗോട്ട് എ റിക്വസ്റ്റ് ഫ്രം അണ്ടർ ഹെർ നെയിം, സ്മൃതി സുഗതൻ എന്ന് പറഞ്ഞിട്ട്. സോ ഐ റിമെമ്പർ ദാറ്റ് നെയിം. പക്ഷെ ഞാൻ അതിന് റെസ്പോണ്ട് ചെയ്തില്ല, ബിക്കോസ് അന്നത്തെ ദിവസം ഞാൻ ആക്ച്വലി ട്രാവൽ ചെയ്യായിരുന്നു, ശരിക്കും ട്രാവൽ ചെയ്യായിരുന്നു. അങ്ങനെ ഞാൻ എനിക്കൊണ്ട് എയർപോർട്ടിൽ നിൽക്കുമ്പോഴാണ് ലൈക്ക് ഐ നോട്ടീസ്ഡ് ഈ കുട്ടി എനിക്ക് എൻ്റെ 1-2 ഫോട്ടോസിന്, അത് ടാറ്റുവിന്റെ ഫോട്ടോസിന് ലൈക്ക് ചെയ്തു ഞാൻ കണ്ടത്. 1-2 കൂട്ടി പറഞ്ഞു, 1-2 ഒറ്റ ഒന്ന്. ഓക്കെ, ശരി, ഒരെണ്ണമെങ്കിൽ ഒരെണ്ണം. അറിയാതെ ലൈക്ക് ചെയ്ത. ഇറ്റ് വാസ് നോട്ട് ഈവൻ ലൈക്ക് ഐ വാസ് നോട്ട് ഈവൻ ലൈക്കിംഗ് എ ഫോട്ടോ പർപ്പസ്ഫുള്ളി. ഓക്കേ, ഡോണ്ട് ഗിവ് യുവർസെൽഫ് ദാറ്റ് മച്ച് ഓഫ് ക്രെഡിറ്റ്. ഓക്കേ, അങ്ങനെ ഫോട്ടോ ലൈക്ക് ചെയ്തു. അപ്പോൾ ഐ നോട്ടീസ്ഡ്, ആ ഒരു പേര് ഞാൻ നോട്ടീസ് ചെയ്തു. അപ്പോൾ എന്താ പറയുക, ഐ വാസ് ലൈക്ക് ഓക്കെ ഫൈൻ. എനിക്ക് ലൈക്ക് ഐ റിമെമ്പർ എന്താണ് എൻ്റെ മാട്രിമോണിയൽ പ്രൊഫൈൽ ഇങ്ങനെ റിക്വസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഡീസെന്റ് ആയിട്ട് ഒരു മാന്യതയുടെ പേരിൽ ഞാൻ തിരിച്ച് റിപ്ലൈ അയച്ചു. അറിയാത്തൊരു പെൺകുട്ടിക്ക് എനിക്ക് ഇങ്ങോട്ട് റിക്വസ്റ്റ് വന്നായിരുന്നു, എന്റെ ഫോട്ടോ ലൈക്ക് ചെയ്ത് എനിക്ക് എന്റെ മാട്രിമോണിയൽ പ്രൊഫൈൽ എനിക്ക് ഇങ്ങോട്ട് റിക്വസ്റ്റ് അയച്ചത്. അപ്പോൾ ഒബ്വിയസ്ലി ലൈക്ക് എൻ്റെ ഒരു മാന്യതയുടെ പുറത്ത് ഞാൻ റിക്വസ്റ്റ് അയച്ചു. ഞാൻ ട്രാവൽ ചെയ്യാണ്, ഞാൻ തിരക്കിലായിരുന്നു, എനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ വൺസ് ഫ്രീ ആയിട്ട് സംസാരിക്കാം അങ്ങനെ പറഞ്ഞിട്ട്. ഓക്കെ, ദാറ്റ് ഈസ് ലൈക്ക് ആ ഒരു കണ്ടിന്യൂഷൻ. ലൈക്ക് ഐ മീൻ ആ ഒരു എന്തുകൊണ്ടാണ് ഈ പ്രൊഫൈൽ സ്റ്റാർട്ട് ചെയ്തത്, അങ്ങനെ അതിന്റെ ഒരു സ്റ്റോറി ആയിരുന്നു. അപ്പൊ അങ്ങനെ എനിക്ക് മെസ്സേജ് ഒക്കെ വന്നു. അപ്പൊ ഞാൻ ആര് ഇത്ര ജാടയ്ക്ക് നമുക്ക് ഇങ്ങോട്ട് എനിക്ക് എന്താ പറയാ, എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല. സത്യം ആ മെസ്സേജ് വായിച്ചു ആർക്കായാലും ഭയങ്കര ജാടയുള്ള മെസ്സേജ് ആയിരുന്നു. എനിക്ക് സമയം കിട്ടില്ല, ഞാൻ ട്രാവലിംഗ് ആണ്, അതുകൊണ്ട് വൺസ് ആൻഡ് ബാക്ക് ഐ റെസ്പോണ്ട് ടു ഐ ചെക്ക് ആൻഡ് റെസ്പോണ്ട്, അങ്ങനെ എന്തൊക്കെ പറയാം. ചാരി ഏതേ അപ്പൊ ഞാൻ ഹൂ ആർ യു അങ്ങനെ ഇങ്ങനെ വെച്ചാൽ ഞാൻ വാട്ട് ഇസ് ദിസ് എന്നുള്ള രീതിക്ക് ഇവൻ ഐ ടെക്സ്റ്റ്. സോ ഹി വാസ് ലൈക്ക് സത്യം ഞാൻ അങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ടായേ. എന്നിട്ട് എന്നോട് ചോദിച്ചു എന്താ, അപ്പൊ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു ആം ഐ ടോക്കിംഗ് ടു ദ കറക്റ്റ്. അപ്പോഴും ഫുൾ എനിക്കും മനസ്സിലായി പുള്ളിക്കാരൻ മലയാളിയാണ്, പുള്ളിക്കാരൻ അറിയാം ഞാൻ മലയാളം. പക്ഷെ എന്നാലും നമ്മള് മലയാളികളുടെ മെസ്സേജ് അയക്കുമ്പോൾ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യാൻ കുറച്ചുകൂടി കംഫർട്ടബിൾ ആണ്. കാരണം നമ്മളോട് ദുബായിലുള്ള ടൈമിൽ ഇപ്പൊ ആർക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാലും അൺലെസ് ആൻഡ് അൺടിൽ നമ്മൾ അത്രയും ആ ഒരാളുടെ അടുത്ത് അത്രയും ക്ലോസ് അല്ല എന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമ്മൾ അറിയാതെ അത് ഇംഗ്ലീഷിലായി പോവായിരുന്നു. ലൈക്ക് അതിപ്പോ എന്റെ പ്രശ്നമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല, നിങ്ങളുടെ മാത്രം പ്രശ്നമാണ്. വാട്ടെവർ. അപ്പോ എന്താ അങ്ങനെ ഇങ്ങനെ മെസ്സേജ് അയച്ചു. ആൻഡ് ദെൻ വി ഹാഡ് എ ക്ലാരിറ്റി ദാറ്റ് എൻ്റെ വീട്ടുകാര് ഇങ്ങനെ ഒരു പ്രൊഫൈല് എന്താ പറയാ പ്രൊഫൈൽ അല്ലടോ, തന്നെ പോലെ ഞാനും സൈക്കോ ആയിരുന്നു. അല്ല അങ്ങനെ എന്താ പറയാ വീട്ടുകാരെ ഇങ്ങനെ അയച്ചൊരു പ്രൊഫൈലിലൂടെയാണ്. ദാറ്റ് വാസ് ലൈക്ക് എന്താ പറയാ ഔട്ട് ഓഫ് നോ വെയർ എന്നുള്ള രീതിക്ക് there was some connection that happened. And പിന്നെയും ഉണ്ട് ലൈക്ക് we had some common friends. അങ്ങനെ we started talking. We initially cleared off the air. അങ്ങനെ we started talking. സംസാരിച്ചപ്പോൾ കുഴപ്പമില്ലാന്ന് തോന്നി. കുറച്ചു കാലം ആ ഒരു കോൺവെർസേഷൻ നമ്മൾ ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോയി. പക്ഷേ ആഫ്റ്റർ എ വൈൽ ഡ്യൂ ടു വേരിയസ് റീസൺസ് ഞങ്ങള് വി ലോസ്റ്റ് കോണ്ടാക്ട്, വി സ്റ്റോപ്പ് കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ഈച്ച് അതർ. ഞാൻ പറയാം, ലൈക്ക് ഐ ഹാവ് 2 sisters. അവരെന്നെക്കാൾ ഒരു 6-7 years younger. അപ്പൊ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ I was 1992 Feb and she is 1996 November. So it's like almost ഒരു 4.5 years of gap. So എന്നെ സംബന്ധിച്ചിടത്തോളം ലൈക്ക് എൻ്റെ ഒരു ലെവൽ വെച്ചിട്ട് അറ്റ്ലീസ്റ്റ് ഒരു സെയിം ഏജ് പേഴ്സൺ. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു കുട്ടി, ബുദ്ധിയും ബോധമില്ലാത്തൊരു കുട്ടി, പിഞ്ചു കുഞ്ഞായിരുന്നല്ലേ, പിഞ്ചു കുഞ്ഞൊന്നുമല്ല, ഇവര് ബുദ്ധിയും ബോധമില്ലാത്തൊരു കുട്ടി. അത്രേ ഉള്ളു. ഇപ്പോഴും ബോധമൊന്നുമില്ല, അത് വേറെ കാര്യം. ഓക്കെ, അപ്പൊ അത് മാത്രമായിരുന്നില്ല. ലൈക്ക് വി
എന്തോ ഞങ്ങൾ ആദ്യമൊക്കെ ഇറ്റ് വാസ് ക്വൈറ്റ് ഗുഡ് ആൻഡ് യു നോ വെൻ യു സ്റ്റാർട്ടിംഗ് ടു ടോക്ക് ടു ന്യൂ പേഴ്സൺ ആ ഒരു സംഭവമൊക്കെ ഇറ്റ് വാസ് വെരി വെരി ഗുഡ്. അത് കഴിഞ്ഞിട്ട് ദെൻ വി വർ നോട്ട് ഫീലിംഗ് വെരി കമ്പാറ്റബിൾ വിത്ത് ഈച്ച് അതർ. പിന്നെ അങ്ങനെ കുറേ ഇഷ്യൂസ് ഒക്കെ കാരണം വി സ്റ്റോപ്ഡ് കോണ്ടാക്ട്. അങ്ങനെ കുറേ കാലം കഴിഞ്ഞ് കാലിന് വഴിതെറ്റില്ല എന്ന് പറയുന്നത് പോലെ തന്നെ എന്നെ കൊണ്ടുപോകുന്നത് എന്ന് പറയുന്ന പോലെ തന്നെ യുനോ ദ യൂണിവേഴ്സ് പ്ലേഡ് ഇറ്റ്സ് കാർഡ് വെൽ. അങ്ങനെ വി സ്റ്റാർട്ടഡ് കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ഈച്ച് അതർ എന്നിട്ട് വി സ്റ്റാർട്ടഡ് ടോക്കിംഗ് ഫോർ എ വൈൽ. ആൻഡ് ദെൻ എന്താ പറയുക, വി തോട്ട് ഓക്കെ ഫൈൻ, ഇനി പേരൻസിനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കാം, ലൈക്ക് എന്താ പറയുക ഒരു കല്യാണം എന്നുള്ളൊരു സ്റ്റേജൊക്കെ വരെ നമ്മളിങ്ങനെ ചിന്തിക്കാൻ പോകുമ്പോൾ ഓക്കെ ഫൈൻ, ഇനി പേരൻസും കൂടെ അറിഞ്ഞ് യുനോ ദേ ഷുഡ് ഓൾ ബി അലൈൻ ടു ദ സെയിം തോട്ട് ആസ് വി ആർ. അപ്പം അങ്ങനെ നമ്മൾ പേരൻസിനെ ഇങ്ങനെ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ്റെ അമ്മയ്ക്ക് ആദ്യമൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു എന്നെ കല്യാണം കഴിപ്പിക്കണം. പിന്നെ അവരോട് മറന്നു എന്നെ കല്യാണം കഴിപ്പിക്കാനായി എന്നുള്ളൊരു ഇത്. ഞാൻ തന്നെ എൻ്റെ അച്ഛനോട് പറഞ്ഞു ഇങ്ങനെ എനിക്കൊരു കല്യാണം കഴിച്ചാൽ ഇങ്ങനെ കൊള്ളാമെന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ആണോ അതെ. അപ്പൊ ഞാൻ തന്നെ പറഞ്ഞു ഇങ്ങനെ എൻ്റെ അച്ഛനോട് എനിക്കിങ്ങനെ ഒരു കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അപ്പൊ ആണോ ആരാന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഇങ്ങനെ ഒരു പയ്യനുണ്ട് എന്റെ ഡാഡി പറഞ്ഞാണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഞാൻ തന്നെ എൻ്റെ അച്ഛനോട് പറഞ്ഞു. അച്ഛൻ വാസ് ലൈക്ക് ഓക്കെ ഫൈൻ, ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. അങ്ങനെ എന്താ പറയാ, ഹി വാസ് ഫ്ലൈയിങ് ഫ്രം ദുബായ് ടു കേരള. ആ സമയത്ത് ഒഫീഷ്യലായി 2021 അങ്ങനെ നാട്ടിലോട്ട് പോയിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞു. എൻ്റെ വീട്ടിൽ ഒബ്വിയസ്ലി കുറച്ച് എല്ലാത്തിലും ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ആക്ച്വലി സ്ഥലം ഒരു മേജർ ഫാക്ടർ ആയിരുന്നു. കാരണം തൃശ്ശൂർ ആൻഡ് കണ്ണൂർ ഇസ് എ ലോട്ട് ഓഫ് ഡിസ്റ്റൻസ്. അപ്പൊ എൻ്റെ ചേച്ചീനെ തന്നെ കല്യാണം കഴിച്ചത് കണ്ണൂർ ടു കാലിക്കറ്റ് ആണ്. ഞങ്ങൾ കണ്ണൂരും ചേട്ടൻ്റെ വീട് കാലിക്കറ്റും ആയിരുന്നു. അപ്പോൾ പയ്യോളി എന്ന് പറയും. അപ്പൊ അത് തന്നെ ഞങ്ങളുടെ അവിടെ നിന്ന് ഓൾമോസ്റ്റ് ഒരു 1.5 മണിക്കൂറോളം ദൂരമുണ്ട്. അപ്പൊ അച്ഛൻ ആദ്യമൊക്കെ എന്ന് പറയുമ്പോൾ എന്നെ അടുത്ത് കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം, പെട്ടെന്നൊക്കെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ മീൻസ് പോയി കാണാം, അങ്ങനെയൊക്കെ ഉള്ളൊരു രീതിക്ക് അടുത്തുനിന്ന് തന്നെ വേണം എന്നുള്ളൊരു തോട്ട് എൻ്റെ അച്ഛനുണ്ടായിരുന്നു. പക്ഷെ ആ പണ്ടേ പ്രതീക്ഷകൾ തല്ലി തകർക്കാൻ ഞാൻ ഭയങ്കര മിടുക്കിയായതുകൊണ്ട് ഇതും ഞാൻ അടിച്ചു പൊളിച്ച് കൈ കൊടുത്തു. പിന്നെ ഒരു നല്ലൊരു മരുമകൻ എന്ന നിലയിൽ എല്ലാവർക്കും പിന്നെ എന്നെ കണ്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് പിന്നെ എന്നോ പറയാൻ പറ്റിയിട്ടുണ്ടായിരിക്കില്ല മേ ബി. അൾട്ടിമേറ്റ് പുച്ഛം. അപ്പൊ അങ്ങനെ വീട്ടുകാർ ഇൻവോൾവ് ആയി. അങ്ങോട്ടും ഇങ്ങോട്ടും യൂഷ്വൽ നാട്ടു നടപ്പ്, പെണ്ണ് കാണാൻ ഇങ്ങോട്ട് വരിക. പെണ്ണ് കാണാൻ ആദ്യം ഞാൻ പോയത് ഞാനും എൻ്റെ ബ്രദറും കൂടിയിട്ടായിരുന്നു. എനിക്ക് 2 റൗണ്ട് ഓഫ് പെണ്ണ് കാണാനുണ്ടായിരുന്നു. കാരണം അന്ന് എനിക്കൊണ്ട് അച്ഛനുണ്ടായിരുന്നില്ല നാട്ടില്. അപ്പോൾ ഇനീഷ്യലി നമ്മളുടെ സൈഡിൽ നിന്ന്, കാരണം ഞാൻ ലീവിന് പോയേക്കായിരുന്നു നാട്ടിലോട്ട്. അപ്പോൾ ആ ടൈമിൽ ഒരു കുട്ടി ചെക്കൻ്റെ മുഖം കാണിക്കാൻ ഒഫീഷ്യൽ എന്ന് പറയാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് റൗണ്ട് വാസ് ലൈക്ക് എൻ്റെ പാരൻസ് സിസ്റ്റേഴ്സ് എല്ലാവരും കൂടെ ലൈക്ക് എൻറ്റയർ 10-15 ജില്ലക്കുള്ള ആൾക്കാര് എന്നെ പെണ്ണ് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും കൂടെ പോയി കണ്ടു. അങ്ങനെ ആ ഒരു ഫസ്റ്റ് റൗണ്ട് വാസ് പാസ്ഡ് വിത്ത് ഫ്ലൈയിങ് കളേഴ്സ്. അങ്ങനെ സെക്കൻഡ് റൗണ്ടും വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ പോയി. ആൻഡ് ബൈ ഗോഡ്സ് ഗ്രേസ് ആൻഡ് വിൽ എല്ലാം നല്ല രീതിക്ക് നടന്നു. ആൻഡ് ഫാമിലീസ് എല്ലാവരും കൺവിൻസ്, ദേ വർ ഓൾ വെരി ഹാപ്പി വിത്ത് ഇറ്റ്. ആൻഡ് അങ്ങനെ ഞങ്ങൾ 2022 മാർച്ച് 27 വി ഗോട്ട് മാരിഡ് ടു ഈച്ച് അതർ. കല്യാണം കഴിഞ്ഞ 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം ആരാ പറഞ്ഞത്? സോ യു ഷുഡ് ബി ദ വൺ ഹു ഷുഡ് ബി നോട്ടിങ് ഇറ്റ് ഡൗൺ. അടിവരെ ഇട്ടിട്ട് ഇങ്ങനെ ഓർമ്മിക്കുന്നുണ്ടല്ലോ 27 മാർച്ച് എന്ന് പറഞ്ഞിട്ട്. You should always remember your anniversary date, guys. Never forget. പെൺകുട്ടികളുടെ കാര്യം മറക്കില്ല. Correct. We never forget. ഇപ്പോൾ എല്ലാവർക്കും നടക്കുന്ന പോലെ തന്നെ ഒരു മില്ലേനിയൽ ലവ് സ്റ്റോറി അല്ലെങ്കിൽ ഒരു വെരി ഓർഡിനറി ലവ് സ്റ്റോറിയാണ്. പക്ഷെ വി ഹാവ് എഡിറ്റഡ് ആൻഡ് സെറ്റ് കുറെ ബിറ്റ്സ് ആൻഡ് പീസസ്. കാരണം വീട്ടുകാരും നാട്ടുകാരും ഇത് കാണുന്നതിനാൽ ഞങ്ങൾ മനഃപൂർവ്വം ചില I think ഈ ലവ് സ്റ്റോറിയിൽ ആക്ച്വലി കുറെ ഒന്നും നടക്കാതെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് തിങ് ഇവിടെ നാട്ടിലായിരുന്നു. And I was working here in Dubai, so long distance was a very big issue between us. So that us. was a bit difficult thing. And ഇടയ്ക്ക് കോവിഡ് വന്നു. കോവിഡ് വന്നു. So ആ ടൈമിൽ it was a bit difficult. Difficulties ഉണ്ടായിരുന്നു. അങ്ങനെ അവർ ഒന്നിക്കുകയാണ് സുഹൃത്തുക്കളെ.
മറ്റേ ബാക്ക്ഗ്രൗണ്ട് മറ്റേ ആ സംഭവം കൂടി ഉണ്ടാകും. കുറെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഇൻ ദ ബാക്ക് എൻഡ്. അതൊക്കെ പറഞ്ഞ് ഇത് ഒരുമാതിരി മറ്റേ കണ്ണീർ സീരിയൽ പോലെ ഒന്നും ആക്കുന്നില്ല പല പല എപ്പിസോഡിലൊന്നും. we tried through all of it, even though it has been a difficult journey. I think we made it out successfully. സിമ്പിൾ ആയിട്ട് പറയാണെന്നുണ്ടെങ്കിൽ എന്താണ് മറ്റേ സിനിമയിൽ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, എന്താ ഷാറൂഖിന്റെ തും കായനാത് മേ എന്താണ്, अगर किसी चीज को तुम दिल से चाहो तो पूरी कायनात उसे तुमसे मिलाने की कोशिश में. എക്സാക്ട്ലി. ആ സംഭവം യു ഹാവ് ടു പുട്ട് യുവർ എഫോർട്ട്. there is like 50-50. ഇപ്പൊ നമ്മുടെ കാര്യത്തില് എല്ലാം ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ യൂണിവേഴ്സും ഗോഡും our parents and we ourselves put in a lot of efforts to make this work. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഇവിടം വരെ എത്തി നിക്കുന്നുണ്ട് ദൈവ ഭാഗ്യം കൊണ്ട്. എന്നാണ് അവ ഈ സ്വഭാവം വെച്ചിട്ട് ഇടിച്ച് ബാൽക്കണി ഞാൻ പുറത്തേക്ക് ഇടാൻ എനിക്ക് പറയാൻ എന്തെങ്കിലും പറ്റില്ല. സംഭവിച്ചു എന്റെ ഇയാളുടെ ടെസ്റ്റിമോണിൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ യു നോ വേർ ടു ലുക്ക് ഫോർ ഇറ്റ് ആൻഡ് യു നോ ഹൂസ് റെസ്പോൺസിബിൾ. ബാൽക്കണിയുടെ താഴെ. അപ്പൊ ഇത്രേ ഉള്ളൂ. ഇറ്റ്സ് എ വെരി കുട്ടി വീഡിയോ ഓഫ് ഹൗ വി മെറ്റ് ഈച്ച് അതർ. അപ്പോൾ വി ഹോപ്പ് യു ഗൈസ് ലൈക്ഡ് ആർ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, share, and if you still have not subscribed to our channel, please do subscribe. We'll come back to you with more exciting videos. Thank you. Thank you.